നമസ്കാരം. ഈശ്വര പ്രാർത്ഥനയോടെ ഞങ്ങൾ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈശ്വര പ്രാർത്ഥനയ്ക്കായി മിസ് അനുശ്രീ ശരണം. കൈകൂപ്പി നിൽക്കും സർവേശ നിനക്കു വന്ദനം. പ്രപഞ്ചമാകെ തരളിതമാക്കും സർവേശ നിനക്കു വന്ദനം. ദയയും കരുണയും ഭക്തിയുമെല്ലാം എന്നെന്നും ഞങ്ങൾക്കു നൽകിയിടണം. ദയയും കരുണയും ഭക്തിയുമെല്ലാം എന്നെന്നും ഞങ്ങൾക്കു നൽകിയിടണം. നിൻമലർവാടിയിൽ വാടാത്ത പൂക്കളാൽ എന്നെന്നും ഞങ്ങളെ കാത്തിടണം. നിൻമലർവാടിയിൽ വാടാത്ത പൂക്കളാൽ എന്നെന്നും ഞങ്ങളെ കാത്തിടണം. പ്രപഞ്ചമാകെ കൈകൂപ്പി നിൽക്കും സർവേശ നിനക്കു വന്ദനം. പ്രപഞ്ചമാകെ തരളിതമാക്കും സർവേശ നിനക്കു വന്ദനം. സർവേശ നിനക്കു വന്ദനം. സർവേശ നിനക്കു വന്ദനം. ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും PJ ഹോംസിൻ്റെ റംസാൻ ആശംസകൾ. ഇന്ന് PJ ഹോംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ്. അപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നതിനായി ജിംസി ജ്യോതിഷിനെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന എല്ലാവരും, പ്രിയ സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, PJ ഹോംസിൻ്റെ ആദ്യ 2 വില്ല പ്രൊജക്ട്സായ രാജശ്രീ ഡൊമിസിൽസിൻ്റെയും സംസ്കൃതിയുടെയും താക്കോൽ ദാന ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് ബഹുമാനപ്പെട്ട കഴക്കൂട്ടം MLA ശ്രീ MA വാഹിദ് അവറുകൾക്കാണ്. നമ്മുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്ന അദ്ദേഹത്തെ ഞാൻ PJ ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കാനുള്ളത് ശ്രീ മധുസാറിനെയാണ്. നമ്മുടെ സിനിമയുടെ കാരണവരായ ശ്രീ മധുസാറിനെ PJ ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കാനുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസിലെ അഡീഷണൽ ഡയറക്ടറായ ശ്രീ ജേക്കബ് സാംസൺ സാറിനെയാണ്. അദ്ദേഹത്തെ PJ ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ കാട്ടായിക്കോണം വാർഡ് കൗൺസിലർ ശ്രീ G വിനോദ് സാറിനെ PJ ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കും. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ മന്ത്രി ശ്രീ VS ശിവകുമാർ സാറിനെയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലെങ്കിലും ഉടനെ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇനി നമ്മുടെ മാനേജിംഗ് പാർട്ട്നേഴ്സായ പ്രശോഭ് സാർ, ജോൺ സാർ, ഇവരെ സ്വാഗതം ആശംസിക്കേണ്ട ആവശ്യമില്ലെങ്കിലും നമ്മുടെ സഹപ്രവർത്തകരുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട ഈ ചടങ്ങിലെ വിശിഷ്ടാതിഥികളായ PJ ഹോംസിൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനെയും PJ ഹോംസിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അവസാനമായി ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും
PJ ഹോംസിൻ്റെ അഭ്യുദയകാംക്ഷികളായ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും സഹപ്രവർത്തകർക്കും എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ജിംസി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് PJ ഹോംസിൻ്റെ ചരിത്രത്തിലെ PJ ഹോംസിൻ്റെ യാത്രയിലെ ഏറ്റവും സന്തോഷകരമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ജിംസി പറഞ്ഞതുപോലെ ഞങ്ങളുടെ ആദ്യത്തെ 2 വില്ല പ്രോജക്ട്സിൻ്റെ രാജശ്രീ ഡൊമൈസിൽസ് ആൻഡ് സംസ്കൃതി, ഈ 2 വില്ല പ്രോജക്റ്റിൻ്റെ ടോട്ടൽ 35 വില്ലാസിൻ്റെ താക്കോൽ ഇന്ന് അതിൻ്റെ ഓണേഴ്സിന് കൈമാറുന്ന ദിവസമാണ്. അപ്പോൾ ആ ചടങ്ങിനാണ് നമ്മളെല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് PJ ഹോംസിനെ കുറിച്ച് ഒരു ചെറുതായിട്ട് വളരെ ചുരുക്കം വാക്കുകളിലൊന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 12, 11, 10 ഒരു ഡിസെൻഡിങ് ഓർഡറിലുള്ള ഒരു ഫാൻസി നമ്പർ. പക്ഷേ ഈ നമ്പർ PJ ഹോംസിൻ്റെ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള ഒരു നമ്പറാണ്. അതായത് 2010 നവംബർ മാസം 12-ാം തീയതി ആണ് PJ ഹോംസ് യാത്ര തുടങ്ങുന്നത്. PJ ഹോംസ് ജന്മമെടുക്കുന്നത് 12/11/10 അന്ന് ഒരു ജോൺ PJ എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മനസ്സിൽ വന്നൊരു സ്വപ്നം. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ പ്രശോഭിനോട് അത് ഷെയർ ചെയ്യുമ്പോൾ അവർ രണ്ടുപേരും ചേർന്നപ്പോൾ അവിടെ PJ ഹോംസ് ഉണ്ടാവുകയായിരുന്നു. നവംബർ 2010 തുടങ്ങിയിട്ട് ഫെബ്രുവരി 2011 PJ ഹോംസ് ആദ്യത്തെ പ്രോജക്റ്റ് രാജശ്രീ ഡൊമൈസിൽസ് ചേങ്കോട്ട് കോണത്ത് ലോഞ്ച് ചെയ്യായിരുന്നു. ഫെബ്രുവരി 2011 19 വില്ലാസുള്ള PJ ഹോംസിൻ്റെ ആദ്യത്തെ പ്രോജക്റ്റ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ചെറിയൊരു വിഷമവും ഞങ്ങൾക്കുണ്ട്. കാരണം രാജശ്രീ ഡൊമൈസിൽസിലെ 19 ഫാമിലിയും ഇന്നിവിടെ ഉണ്ട്. ആക്ച്വലി മാർച്ച് 2012 ഹാൻഡ് ഓവർ ചെയ്യണമെന്നതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ 5 മാസത്തോളം അത് ഞങ്ങൾക്ക് ഡിലേ ആയി. പറഞ്ഞ സമയത്തിൽ നിന്നും 5 മാസം താമസിച്ചാണ് ഞങ്ങളിപ്പോൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിന് കാരണങ്ങൾ ഒരു പക്ഷേ തുടക്കക്കാരെന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അറിവ് കേടുകൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. ഞങ്ങളുടെ കൺട്രോളിനപ്പുറം ഉണ്ടായിരുന്ന ചില കാരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ എന്ത് തന്നെ ആയാലും അതൊരു വിഷമിപ്പിക്കുന്ന കാര്യമായിരുന്നു. കാര്യം PJ ഹോംസ് തുടങ്ങുമ്പോൾ ഞങ്ങളുടെ മാനേജിങ് പാർട്ട്നേഴ്സിൻ്റെ ഒരു ആഗ്രഹം ഓൺ ടൈം കംപ്ലീഷൻ ആകണം എന്നതായിരുന്നു. പക്ഷേ അത് ഈ പ്രോജക്റ്റിൽ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷേ അതിൻ്റെ വിഷമം ചെറുതായി ഞങ്ങൾക്കൊന്ന് മാറുന്നത് ഞങ്ങളുടെ 2ാമത്തെ പ്രോജക്റ്റ് സംസ്കൃതിയെക്കുറിച്ച് പറയുമ്പോഴാണ്. ഒക്ടോബർ 2011 ലോഞ്ച് ചെയ്ത സംസ്കൃതി സെപ്റ്റംബർ 2012, അതായത് അടുത്ത മാസം ഹാൻഡ് ഓവർ ചെയ്യണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ അന്ന് തുടങ്ങിയത്. പക്ഷേ അത് പറഞ്ഞതിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സന്തോഷം, ആദ്യത്തെ പ്രോജക്റ്റ് 5 മാസം ഡിലേ ആയതിൻ്റെ വിഷമം, ആ ഒരു സന്തോഷത്തിൽ ഞങ്ങൾ മറക്കുകയാണ്. ഇപ്പോൾ ഇനി അങ്ങോട്ട് ബാക്കി മേ ബി ആ 2 പ്രോജക്റ്റിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒരു പരിചയം കൊണ്ട് ഇനി വരുന്ന പ്രോജക്റ്റുകൾ നമുക്ക് നല്ല രീതിയിൽ പറഞ്ഞ സമയത്ത് തന്നെ കംപ്ലീഷൻ ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തിൽ, അതിനെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. 2012 ഫെബ്രുവരിയിലാണ് ഞങ്ങളുടെ 3ാമത്തെ പ്രോജക്റ്റ്. ആദ്യത്തെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്ത് 1 വർഷം തികയുന്ന സമയം ഞങ്ങളുടെ 3ാമത്തെ പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്ന ഗാർഡൻ വ്യൂ, PJ ഹോംസിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, 39 വില്ലാസുള്ള ഏകദേശം 2.25 ഏക്കർ സ്ഥലത്തുള്ള PJ ഹോംസിൻ്റെ ഏറ്റവും വലിയ പ്രോജക്റ്റാണ് ഗാർഡൻ വ്യൂ. അത് ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഞങ്ങൾക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ 39 വില്ലാസിൽ ഏകദേശം 27-28ഓളം വില്ലാസ് നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് അത് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 10-12ഓളം വില്ലാസ് മാത്രമേ നമുക്ക് അവിടെ ബാക്കിയുള്ളൂ. ടെക്നോ സിറ്റിക്ക് അടുത്തായി, ഇപ്പോൾ ടെക്നോ പാർക്കിനേക്കാളും വലിയ രീതിയിൽ വരുന്ന IT പാർക്കായ ടെക്നോ സിറ്റിക്ക് അടുത്തായിട്ട് വരുന്ന ഗാർഡൻ വ്യൂ, അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ്, 3ാമത്തെ പ്രോജക്റ്റ് ഗാർഡൻ വ്യൂ. പിന്നെ ഈ റീസെൻ്റ്ലി നമ്മൾ ലോഞ്ച് ചെയ്ത ജൂൺ 2012 ലോഞ്ച് ചെയ്തു. പക്ഷേ ഒഫീഷ്യലി നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട് റിവർ വ്യൂ, കരമനയാറിൻ്റെ തീരത്ത് തിട്ടമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് 22 വില്ലാസുള്ള ഞങ്ങളുടെ 4ാമത്തെ പ്രോജക്റ്റ്, ഒരു ഡ്രീം പ്രോജക്റ്റാണ്. അത് ഞങ്ങൾ റീസെൻ്റ്ലി ഒരു 2 months ബാക്ക് അത് ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 20 മാസം, നവംബർ 2010 മുതൽ 20 മാസം ഉള്ള യാത്ര എന്ന് പറയുന്നത് വളരെ കഷ്ടപ്പാടുകളും സന്തോഷവും ഒക്കെ നിറഞ്ഞൊരു യാത്ര. പക്ഷേ ഈ 20 മാസം കൊണ്ട് 4 പ്രോജക്റ്റ്
ചെയ്യാൻ പറ്റി എന്നുള്ളത് 20 മാസത്തിൽ 4 പ്രോജക്റ്റ് ഒരു ചെറിയ കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് സാധിച്ചതിൽ ഞങ്ങളുടെ പാർട്ട്നേഴ്സ്, മാനേജിങ് പാർട്ട്നേഴ്സ് മിസ്റ്റർ ജോൺ ആൻഡ് പ്രശോഭ്, അവരുടെ നേതൃത്വത്തിൽ ഞങ്ങളുടെ ഹോൾ ടീം ചെയ്തത് വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. അതിന് ഞങ്ങളെ സഹായിച്ച ഒരുപാട് പേർ, കസ്റ്റമേഴ്സ്, ഞങ്ങളുടെ വെൽ വിഷേഴ്സ്, എൻജിനീയേഴ്സ്, ഞങ്ങളുടെ കോൺട്രാക്ടേഴ്സ്, ഒരുപാട് പേർ, എല്ലാവരോടും നന്ദിയുണ്ട്. എല്ലാവരുടെ ഇനിയുള്ള സപ്പോർട്ട് നമുക്ക് അതുപോലെ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ചടങ്ങ് വിളക്ക് കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതിലായി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചു കൊള്ളുന്നു. ചെങ്കോട്ടുകോണം പ്രോജക്റ്റും ഗാന്ധിപുരം പ്രോജക്റ്റും വരുന്നത് ശ്രീ എം എ വാഹിദ് സാർ MLA അവറുകളുടെ മണ്ഡലത്തിലാണ്. അപ്പോൾ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ അദ്ദേഹത്തിനേക്കാൾ യോഗ്യനായ വേറൊരാളില്ല. അപ്പോൾ വാഹിദ് സാറിനെ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിലേക്കായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ആദരണീയനായ കലാകാരൻ, കലാകുലപതി ശ്രീ മധു സാർ, കാട്ടായിക്കോണം വാർഡ് കൗൺസിലർ ശ്രീ ജി വിനോദ്, പബ്ലിക് റിലേഷൻസ് വകുപ്പിലെ അഡീഷണൽ ഡയറക്ടർ ശ്രീ സാംസൺ, PJ ഹോംസിൻ്റെ മാനേജ്മെൻറ്റിലെ അംഗങ്ങൾ, ജീവനക്കാർ, PJ ഹോംസിൻ്റെ ഗുണഭോക്താക്കളായ സഹോദരി സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു പകരക്കാരനാണ്. യഥാർത്ഥത്തിൽ ഇന്നിവിടെ എത്തേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം കോതമംഗലത്ത് ആത്മഹത്യാ ഭീഷണി അവസാനിപ്പിക്കാനുള്ള ചർച്ചയിലാണ്. നമ്മുടെ നഴ്സന്മാർ സഹോദരിമാരൊക്കെ കൂടെ ആത്മഹത്യാ ഭീഷണിയിലായതുകൊണ്ട് അദ്ദേഹത്തിനെയും ശ്രീ ഷിബു ബേബി ജോണിനെയും മുഖ്യമന്ത്രി അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്. അവിടെ വന്ന് തിരിച്ചോ ഇല്ലയോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷെ ഇവിടെ വന്ന് ഞാൻ ഈ ഉദ്ഘാടന ചടങ്ങ് എങ്ങനെയെങ്കിലും മധു സാറിനെ ഏൽപ്പിക്കാമെന്ന് വെച്ചപ്പോൾ അദ്ദേഹം തന്ത്രപരമായി ഒഴിയുകയാണ് ഉണ്ടായത്. അപ്പോൾ അടുത്തിരുന്ന വിനോദ് പറഞ്ഞ് സാറിനെ വിളിക്കുകയാണെങ്കിൽ സാർ ഇതിലേതെങ്കിലും ഒരു കൊച്ചുകുട്ടിയെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിച്ച് സാറിൻ്റെ ജോലി തീർക്കും, അതുകൊണ്ട് MLA ഏറ്റെടുക്കണമാണ് നല്ലതെന്ന് പറഞ്ഞതുകൊണ്ട് ഈ സായം സന്ധ്യയിൽ ഇത്രയും മനോഹരമായ ഒരു ചടങ്ങ്, ആ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിനേക്കാളേറെ ഞാൻ MLA ആയിട്ട് 12 വർഷം ആവുകയാണ്. 12ാമത്തെ വർഷത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 2001 MLA ആകുമ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിലെ ടെക്നോ പാർക്ക് കേവലം ഒരു പെട്ടിക്കട പോലെയുള്ള ഒരു IT ഷോപ്പായിരുന്നു. കേവലം 2000-നും 3000-നും ഇടയിൽ ആൾക്കാർ പ്രവർത്തിക്കുന്ന, വലിയ പ്രതീക്ഷകളില്ലാത്ത ഒരു സ്ഥാപനമായിട്ട് നിൽക്കുകയായിരുന്നു. പക്ഷെ അതിന് ഒരു പ്രതീക്ഷ നൽകുവാൻ കഴിയണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ്
അന്നത്തെ IT വകുപ്പ് മന്ത്രിയായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്നോട് പറഞ്ഞു, ലോകത്തിലെ വമ്പൻ IT പാർക്കുകൾ, IT സംരംഭകർ കഴക്കൂട്ടത്ത് വരാതെ ഇത് രക്ഷപ്പെടില്ല. അപ്പോൾ അതിന് ഞാൻ എന്താണ് വേണ്ടത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, കുറച്ച് സ്ഥലമാണ് ആവശ്യം. ഒരു 200 ഏക്കർ സ്ഥലം കഴക്കൂട്ടം ടെക്നോ പാർക്കിനോടനുബന്ധിച്ച് വേണം. സ്ഥലമെടുപ്പ് എന്ന് പറയുന്നത് എല്ലാവരും എതിർക്കുന്ന സംഗതിയാണ്. അപ്പോൾ അങ്ങനെ ഇൻഫോസിസും US ടെക്നോളജിയും വന്നാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് IT വ്യവസായങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരും, അനുബന്ധ വ്യവസായങ്ങളും വരും. അതുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റം കഴക്കൂട്ടം പ്രദേശത്തിനുണ്ടാകും എന്ന് അദ്ദേഹം എന്നെ ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭൂമി ഏറ്റെടുക്കുവാൻ 2003 ഇറങ്ങിത്തിരിച്ചത്. വളരെ ദുഷ്കരമായ സാഹചര്യമാണ് ഭൂമി ഏറ്റെടുക്കലുണ്ടായിരുന്നത്. എനിക്ക് വോട്ട് തന്ന് എന്നെ വിജയിപ്പിച്ച എൻ്റെ വോട്ടർമാർ എൻ്റെ കഴുത്തിന് പിടിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് കുഴിവിള പ്രദേശത്ത് ഞാൻ വല്ലാതെ വിഷമിച്ച സ്ഥലമാണ്. പക്ഷേ എൻ്റെ മുമ്പിൽ ഞാൻ കണ്ടത് ഇൻഫർമേഷൻ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടും കമ്പ്യൂട്ടർ സയൻസുമായി ബന്ധപ്പെട്ടും ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സുമായും ബന്ധപ്പെട്ടും പഠിക്കുന്ന 10,000-കണക്കിന് എൻ്റെ നാട്ടിലെ കുട്ടികളെയാണ് ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടത്. എൻ്റെ നിയോജകമണ്ഡലത്തിൽ തന്നെ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ ആ സമയത്ത് എത്തിക്കഴിഞ്ഞു. നമ്മുടെ വിദ്യാഭ്യാസ മേഖല സ്വകാര്യ സംരംഭകർക്ക് തുറന്നുകൊടുത്ത 2001 ശ്രീ AK ആൻ്റണി തുറന്നുകൊടുത്തപ്പോൾ മലവെള്ളപ്പാച്ചിൽ പോലെയാണ് സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വന്നത്. പുറത്തുപോയി പഠിക്കാൻ കഴിയാത്ത ഒരുപാട് ആൾക്കാർക്ക് അല്പം ബുദ്ധിമുട്ടിയെങ്കിലും ഈ നാട്ടിൽ വീട്ടുമുറ്റത്ത് പഠിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ എഞ്ചിനീയർമാരുടെ എണ്ണം കൊണ്ട് നമ്മുടെ നാട് നിറയുകയാണ്. പക്ഷെ അവർക്ക് തൊഴിലവസരം ലഭിക്കാനുള്ള അവസരം ലഭിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഭാവിയിൽ വളരെ വലുതായിരിക്കും എന്നെനിക്ക് നല്ലവണ്ണം അറിയാം. ഞാനത് മനസ്സിൽ കാണുകയാണ് ചെയ്തത്. അങ്ങനെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എൻ്റെ MLA പ്രവർത്തനം അങ്ങോട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്തെല്ലാം എതിർപ്പുകളെ നേരിട്ടും ടെക്നോ പാർക്കിനോട് ചേർന്ന് 200 ഏക്കർ സ്ഥലം അക്വയർ ചെയ്ത് എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടെടുക്കുകയും ഇൻഫോസിസും US ടെക്നോളജിയും വരികയും ചെയ്തു. ഇൻഫോസിസും US ടെക്നോളജിയും പൂർണ്ണതോതിലായിട്ടില്ല. ഇൻഫോസിസും US ടെക്നോളജിയും ലാൻഡ് ചെയ്തതിന് ശേഷമാണ് മറ്റ് പല കമ്പനികളും ഇങ്ങോട്ട് വന്നത്. അതുവരെ ഉണ്ടായിരുന്ന 23 കമ്പനിയുടെ സ്ഥാനത്ത് ഇന്ന് ടെക്നോ പാർക്കിൽ 264 കമ്പനി പ്രവർത്തിക്കുകയാണ്. സ്വകാര്യ IT സംരംഭകരായി 264 എണ്ണം ഈ ഇട്ടാവട്ടത്തിൽ നിങ്ങൾ കാണുന്ന ടെക്നോ പാർക്കിനകത്ത്. ഇനി ഇൻഫോസിസും US ടെക്നോളജിയും കൂടെ പൂർണ്ണമായി തോതിൽ വരികയാണെങ്കിൽ 30,000-ഓളം പുതിയ ആൾക്കാർ കഴക്കൂട്ടത്ത് വരികയാണ്. അപ്പോൾ കഴക്കൂട്ടം വീർപ്പ് മുട്ടുകയാണ്. ഇവർക്ക് ആവശ്യമായ ഭക്ഷണം ഉണ്ടാകണം, ഇവർക്ക് ആവശ്യമായ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകണം. ആ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാകണമെങ്കിൽ നിക്ഷേപകർ വരണം, ഇൻവെസ്റ്റേഴ്സ് വരണം. ഇൻവെസ്റ്റേഴ്സ് വന്ന് ഇതേപോലുള്ള കെട്ടിട സമുച്ചയങ്ങൾ ഉണ്ടാക്കി ഇവർക്ക് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കണം. അതേപോലെ തന്നെ നിക്ഷേപകർ വരണം, ഹോട്ടലുകൾ ഉണ്ടാകണം. എങ്കിൽ മാത്രമേ ഈ വ്യവസായം ഇവിടെ പിടിച്ചു നിൽക്കൂ. ഇവിടെ താമസിക്കാൻ പറ്റില്ല എന്ന് വന്നാൽ ഈ വ്യവസായത്തിലേക്ക് തൊഴിൽ ചെയ്യാൻ ആളുകൾ എത്താത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം BTech പാസ്സായ, MTech പാസ്സായ, MCA പാസ്സായ, BCA പാസ്സായ ഒരുപാട് ആൾക്കാരുടെ ലക്ഷ്യം ഇന്ന് കഴക്കൂട്ടമാണ്. അതുകൊണ്ടാണ് 200 ഏക്കറിൽ അവസാനിക്കാത്തത് കൊണ്ടാണ് ടെക്നോ സിറ്റി എന്നുള്ള പുതിയ ആശയം 2005 കൊണ്ടുവന്ന്. ആ സ്ഥലമെടുപ്പിനും ഒരുപാട് വിഷമിച്ച ആളാണ് ഞാൻ. 2001 തെരഞ്ഞെടുപ്പിൽ എനിക്ക് 5000 വോട്ട് കിട്ടിയ എൻ്റെ പഞ്ചായത്തിലാണ്
ഞാൻ പ്രസിഡൻ്റായിരുന്ന പഞ്ചായത്തിലാണ് ടെക്നോസിറ്റി വരാൻ സാധ്യതയായത്. അവിടെ കുറച്ച് സ്ഥലം കാട് പിടിച്ച് കിടന്നു, റബ്ബർ കാടായി കിടന്നു. അതും അതിന് തൊട്ടടുത്ത സ്ഥലങ്ങളും കൂടി ചേർത്താണ് എടുക്കാൻ തീരുമാനിച്ചത്. പക്ഷേ അതിനെതിരെ ഉണ്ടായ പ്രക്ഷോഭം എന്നെ വല്ലാതെ ബാധിച്ചു. 5000 വോട്ട് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന എനിക്ക് 2006 തെരഞ്ഞെടുപ്പിൽ 1700 വോട്ടേ ആ പഞ്ചായത്തിൽ എനിക്ക് ഭൂരിപക്ഷം കിട്ടിയുള്ളൂ. ബാക്കി മുഴുവനും എൻ്റെ